ഇന്ത്യയുടെ സ്വപ്ന പദ്ധതിയായ ബുള്ളറ്റ് ട്രെയിൻ യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുകയാണ്. ജപ്പാന്റെ ഏറ്റവും പുതിയ തലമുറ ബുള്ളറ്റ് ട്രെയിനായ E10 സീരീസ് ആണ് ഇന്ത്യയിൽ ഉപയോഗിക്കുക എന്നതാണ് ഇതിനെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ വാർത്ത. തുടക്കത്തിൽ E5 സീരീസ് ട്രെയിനുകൾ പരീക്ഷിക്കാനായിരുന്നു പദ്ധതിയെങ്കിലും ഇപ്പോൾ ജപ്പാനിൽ 2030ൽ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും നൂതനമായ E10 സീരീസ് തന്നെ ഇന്ത്യക്ക് നൽകാമെന്ന് ജപ്പാൻ സമ്മതിച്ചിരിക്കുകയാണ്. മുംബൈ അഹമ്മദാബാദ് പാതയിലാണ് ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ ഓടുക. ഏകദേശം 508 കിലോമീറ്റർ വരുന്ന ഈ പാതയുടെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണ്. റിപ്പോർട്ടുകൾ പ്രകാരം 310 കിലോമീറ്റർ തൂണുകളുടെ നിർമ്മാണം ഇതിനോടകം പൂർത്തിയായിട്ടുണ്ട്. എന്നു മുതലാണ് നമുക്ക് ബുള്ളറ്റ് ട്രെയിൻ യാത്ര ചെയ്യാൻ സാധിക്കുക? 2026 ട്രയൽ റൺ ആരംഭിക്കാനും 2027 പൂർണ്ണമായ വാണിജ്യ സർവീസ് തുടങ്ങാനുമാണ് റെയിൽവേ ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതിയിലെ മറ്റൊരു പ്രധാന കാര്യം ഇന്ത്യ ഇപ്പോൾ ജാപ്പനീസ് സാങ്കേതിക വിദ്യയെ മാത്രം ആശ്രയിക്കുന്നില്ല എന്നതാണ്. യൂറോപ്യൻ, ഇന്ത്യൻ കമ്പനികളുമായി റെയിൽവേ സഹകരിക്കുന്നുണ്ട്. സിഗ്നലിംഗ്, ടെലികമ്മ്യൂണിക്കേഷൻ ജോലികൾ യൂറോപ്യൻ കമ്പനികൾക്കാണ് നൽകിയിരിക്കുന്നത്. ഇതിനെല്ലാം പുറമെ മണിക്കൂറിൽ 280 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ബുള്ളറ്റ് ട്രെയിനുകൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിക്കാണ് ഇതിന്റെ നിർമ്മാണ ചുമതല. അപ്പോൾ വേഗതയുടെയും സുരക്ഷയുടെയും പുതിയൊരു യുഗമാണ് ഇന്ത്യൻ റെയിൽവേയിൽ വരാൻ പോകുന്നത്. ഇതുപോലുള്ള ഏറ്റവും പുതിയ സാമ്പത്തിക വികസന വാർത്തകൾക്കായി മണി ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.